ശ്രീ വസന്ത തെങ്ങുംപള്ളി, ഇപ്പോൾ ഈ SDPIയുടെ പിന്തുണ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു നിസ്സാര സംഭവമായി നമുക്ക് കാണാൻ കഴിയില്ല. അവർ വലിയ ഫ്യൂച്ചർ പ്ലാൻസ് കരുതിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് നിരുപാധിക പിന്തുണ നൽകുന്നൊരു സാഹചര്യമുണ്ടായത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ SDPIയുടെ കാര്യമാണല്ലോ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു ധാരണയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അങ്ങയുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 2019 തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിനായി BJP പ്രവർത്തിച്ചു. ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, BJP സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറിയായ ജയരാജ് കൈമളാണ്. ഈ ജയരാജ് കൈമളും ഒന്നിച്ച് നമ്മൾ ഒരുപക്ഷെ എത്രയോ ചർച്ചകളിൽ ഒരുപക്ഷെ നമ്മൾ ഇരുന്നിട്ടുണ്ടാകും. BJPയുടെ വക്താവായൊക്കെ ചർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹമാണ് പറഞ്ഞത് അടൂർ പ്രകാശിനായി BJP പ്രവർത്തിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ SDPIയുടെ വോട്ട് മാത്രമല്ല, ഇത്തരത്തിൽ BJPയുടെ വോട്ടും വാങ്ങാൻ നിങ്ങൾക്കൊരു മടിയില്ല. വളരെ കൃത്യമായ അന്തർധാരകൾ പുറത്തു വരികയല്ലേ ഇപ്പോൾ? SDPI എന്താ പറയുന്നത്, ഭീതി. നേരത്തെ സമ്പത്ത് പറഞ്ഞെന്താ, SDPI മാത്രമല്ല RSS അടക്കമുള്ള RSSന്റെ പിന്തുണയോടുകൂടിയുള്ള ഒരു കക്ഷിയുടെയും വോട്ട് വാങ്ങേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. സാർ, ഇന്നത്തെ നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനസംഘവുമായി ചേർന്ന് ഒരുമിച്ച് മത്സരിച്ച കാലം മറന്നുപോയോ? വോട്ട് കിട്ടിയത് മറന്നുപോയോ? ദേവരസ് ഡൽഹിയിൽ പ്രസംഗിച്ചത് ഓർമ്മയില്ലേ? നോക്കൂ, കേരളത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ട്. അത് CPMന്റെ ഗവൺമെന്റ് ആണെങ്കിലും നമുക്ക് സന്തോഷിക്കാം. നമ്മളുടെ കൂടെ പിന്തുണയോടുകൂടി ഭൂരിഭാഗം ഹിന്ദുക്കളുമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടായി എന്ന് ദേവരസ് അന്നത്തെ വസന്ത്, ഇതൊക്കെ പലതവണ പലവട്ടം ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ സംഭവമാണ്. ഈ പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലല്ലേ നമ്മുടെ ചർച്ച പോകുന്നത്. ഈ ജയരാജ് കൈമൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അതിലെന്താണ് മറുപടി? അല്ല നീലിമ, പുതിയ സംഭവത്തിലല്ല ചർച്ച. കാര്യം അങ്ങ് ത്രിപുര തൊട്ട് ബംഗാൾ വഴി കേരളത്തിൽ വഴി കന്യാകുമാരി പോയിട്ട് കൊടുക്കാൻ കത്താച്ചി കത്ത് നമ്മുടെ ദ്വീപ് വരെ, ലക്ഷദ്വീപ് വരെ സമ്പത്ത് പോയപ്പോ അങ്ങ് ഇടപെട്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഇതിനു മുമ്പുള്ള ചരിത്രമാണ്. ആ ചരിത്രത്തിൽ ഇവർക്കുള്ള പങ്കിനെ പറ്റിയാണ് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അന്ന് വോട്ട് വാങ്ങിയപ്പോ ഇവർക്ക് RSS പിന്തുണയുള്ള കക്ഷിയുടെ വോട്ട് അന്ന് ഇവർക്ക് കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായി അദ്ദേഹം ഇപ്പോ എന്താണ് നീലമ ചോദിച്ചു ആറ്റിങ്ങലിലെ കാര്യം. ഞാൻ അതിൽ നിന്ന് സ്കിപ്പ് ആവുകയല്ല, അതിന് ഉത്തരവുണ്ടിരിക്കും. ആറ്റിങ്ങലിൽ ആരായിരുന്നു കഴിഞ്ഞ തവണ കാൻഡിഡേറ്റ്? BJPയുടെ ശോഭാ സുരേന്ദ്രൻ ആയിരുന്നല്ലോ. സ്വാഭാവികമായും ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ BJPക്ക് എന്താണ് ഉണ്ടായത്? വോട്ട് വർധനമാണ് ഉണ്ടായത്. പിന്നെ എവിടെയൊക്കെ വോട്ട് മറിച്ചു എന്നത് വിശ്വസിക്കാൻ പറ്റും. രണ്ടാമതായി അങ്ങ് പറയുന്ന ആള് അതിനെ BJP ഓൺ ചെയ്തിട്ടുണ്ടോ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് എന്താണ് SDPIയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയപ്പോൾ അല്ലെങ്കിൽ പ്രസ് മീറ്റ് നടത്തുമ്പോൾ കൈരളിയുടെ അടക്കം ചോദ്യകർത്താക്കൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. അവർ ചോദിച്ചില്ലേ ഈ വിഷയം? അപ്പോ BJP ഓൺ ചെയ്യുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ കൽപ്പറ്റയിലെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ്. വസന്ത്, അങ്ങയുടെ ശ്രദ്ധയിലേക്കാണ്. കൽപ്പറ്റയിൽ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. സ്വാഭാവികമായും K. സുരേന്ദ്രൻ കൽപ്പറ്റയിൽ തന്നെയുണ്ട്. സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമല്ലോ. സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കാണുമല്ലോ. അത് വെയിറ്റ് ചെയ്യാം. BJPയുടെ പ്രതിനിധി തന്നെ നമ്മുടെ ചർച്ചയിലുണ്ട്. P. ശ്യാംരാജ് എന്ന് പറയുന്നത് ചെറിയ നേതാവൊന്നുമല്ല. യുവമോർച്ചയുടെ നാഷണൽ സെക്രട്ടറിയാണ്. ആ കപ്പാസിറ്റിയിൽ മറുപടി പറയാൻ പറ്റുന്ന ആൾ നമ്മുടെ ചർച്ചയിൽ ഉണ്ട് താനും. പറഞ്ഞോളൂ. ഓക്കെ, ആയിക്കോട്ടെ. ഇവന്തോ അത് ഇനി K. സുരേന്ദ്രൻ ഓൺ ചെയ്താൽ പോലും കോൺഗ്രസ് ഓൺ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് RSSന്റെ ഒരു വോട്ട് പോലും ഒരിടത്തും ആവശ്യമില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. സംശയം വേണ്ട. ഒരു വർഗീയ കക്ഷികളുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ആരുമായി യാതൊരു ധാരണയ്ക്കും പോകുന്നില്ല. നേരത്തെ ഞാൻ ജയരാജ് കൈമളിന്റെ വാക്കുകൾ താങ്കൾ കേട്ടിട്ടുണ്ടോ? ജയരാജ് കൈമളിന്റെ വാക്കുകൾ താങ്കൾ കേട്ടിട്ടുണ്ടോ, അഡ്വക്കേറ്റ് വസന്ത്? ഇല്ലെങ്കിൽ ഞാനത് കേൾപ്പിച്ചു തരാം. നമ്മുടെ കയ്യിൽ ആ ഓഡിയോ ഇരിപ്പുണ്ട്. വേണോ? എങ്കിൽ ഞാൻ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെ ഞാൻ പറയാം. ഇരട്ട വോട്ട് വിഷയം അടൂർ പ്രകാശിനെ അറിയിച്ചത് താനാണെന്ന് ജയരാജ് കൈമൾ. അങ്ങനെയാണ് ഇടത് മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ച സാഹചര്യമുണ്ടായത്. അതായത് ഇത്തരത്തിലൊരു വിഷയം നിങ്ങൾക്ക് പാരയായി വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളത് അഡ്രസ്സ് ചെയ്യൂ എന്ന് ആരാണ്? ജയരാജ് കൈമൾ, BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ സെക്രട്ടറി പറയുകയാണ്. അവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട് പറയുകയാണ്. അങ്ങനെയാണ് ഇടതു മണ്ഡലത്തിൽ നിങ്ങൾ BJPയുടെ പിന്തുണയോടെ തന്നെ സഹായത്തോടെ ജയിച്ചു കയറിയതെന്ന് ജയരാജ് കൈമളാണ് പറഞ്ഞത്. അല്ലാതെ ഇവിടുത്തെ CPMന്റെ പ്രതിനിധികളോ ആരുമല്ല.
അതെങ്ങനെയാണ് വോട്ട് മറിച്ചെന്നാവുന്നത്? അല്ല, ഞാൻ ആ ഓഡിയോ കേട്ടില്ല നീലിമ, അങ്ങനെയോട് ക്ഷമിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങ് പറയുന്നതിന് ഈ വോട്ട് മറിക്കൽ മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ വോട്ട് മറിക്കൽ മാത്രമല്ല, ചില തന്ത്രങ്ങൾ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുമ്പോഴും വിജയമൊക്കെ ഉണ്ടാകും. അദ്ദേഹം പറഞ്ഞെന്താണ് അവിടെ ഫൈറ്റ് CPM വേഴ്സസ് കോൺഗ്രസ് ആണ് എന്ന് കൃത്യമായി അവർക്കറിയാം. അപ്പൊ ഇരട്ട വോട്ടുണ്ടാക്കിയിരിക്കുന്നത് പിടിക്കണ്ടായിരുന്നു എന്നാണോ നീലിമയുടെ പക്ഷം? അങ്ങനെയാണ് ഞങ്ങൾ ജയിച്ചതെന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമല്ല ആ തെരഞ്ഞെടുപ്പ് വിജയം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇരട്ട വോട്ടുണ്ടാക്കിയത് CPM ആണ് എന്ന് തെളിയപ്പെട്ടതാണല്ലോ അവിടെ. ഇരട്ട വോട്ട് ഞങ്ങൾ കണ്ടുപിടിക്കാതിരിക്കണമായിരുന്നോ? അത് ഞങ്ങളെ ഇനി ആര് പറഞ്ഞാലും, BJPയുടെ ഓഫീസ് സെക്രട്ടറി അല്ല വഴിയെ പോകുന്ന ചേട്ടൻ പറഞ്ഞാലും ഞങ്ങളത് പരിശോധിക്കും. ഈ തവണയും പരിശോധിക്കും, ഇനിയുള്ള തവണകളിലും അക്കാര്യത്തിൽ BJPയുടെ പ്രതിനിധിയുടെ വാക്കുകൾ കൂടി കേൾക്കേണ്ടതുണ്ട്.